Hey guys, it's me Sudesh Lalita once again. Welcome back to my channel. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ ഒരുപാട് നാളായി വീടിൻ്റെ വീഡിയോ സീരീസിലെ വീഡിയോകൾ ചെയ്തിട്ട് അപ്പോൾ ഇന്നൊരു വീടിൻ്റെ അതായത് അഹത്തിൻ്റെ സീരീസിലൊരു വീഡിയോ ആവാമെന്ന് കരുതി. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ വീടിൻ്റെ മെയിൻ ഡോറിൻ്റെ ലോക്ക് ചെയ്തിട്ടുള്ളത് ഒരു സ്മാർട്ട് ലോക്കാണ്. അപ്പോൾ ആ സ്മാർട്ട് ലോക്ക് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് വാങ്ങാം, അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ ഫീച്ചേഴ്സ് എന്തെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഗൈസ്, അങ്ങനെ അഹം വീഡിയോ സീരീസിൻ്റെ അടുത്ത വീഡിയോ. നമ്മൾ അഹത്തിലെ ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടി ബാക്കിയുണ്ട്. പിന്നെ മെയിനായിട്ടുള്ള മടി കൊണ്ടുള്ള കാരണം കൊണ്ടാണ് കൂടുതലായിട്ടും വീഡിയോകൾ ചെയ്യാത്തത്. അപ്പം ഇടയ്ക്ക് സമയം കിട്ടുന്ന സമയത്ത് ഓരോ വീഡിയോകളായിട്ട് വരുന്നതാണ്. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടുത്തുന്ന വീടിൻ്റെ മെയിൻ ഡോറിൻ്റെ സ്മാർട്ട് ലോക്കിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പം ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഐക്കിൻ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു സ്മാർട്ട് ലോക്കാണ് നമ്മൾ ഇവിടെ വാങ്ങി സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് 6 മോഡ് ഓഫ് അൺലോക്കിംഗ് മെത്തേഡ് നമുക്കുണ്ട്. നമ്മുടെ ഈ ലോക്ക് തുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 6 ടൈപ്പ് ഓഫ് അൺലോക്കിംഗ് മെത്തേഡ് ഉണ്ട്. അപ്പോൾ അതിൽ ഓരോ മെത്തേഡുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനും ഈ ലോക്ക് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താനുമാണ് ഇന്നത്തെ ഈ വീഡിയോ. ഈ ലോക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ ഫോണുമായിട്ട് ഈ ലോക്ക് പെയർ ചെയ്ത് വെക്കണം. അപ്പോൾ പെയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 6 തരത്തിലുള്ള മെത്തേഡ് നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിനകത്ത് 6 ടൈപ്പ് ഓഫ് അൺലോക്കിംഗ് മെത്തേഡാണുള്ളത്. ഒന്നാമത്തേതായിട്ട് പറയുന്നത് ഫിംഗർ ലോക്കാണ്. രണ്ടാമത്തത് ഒരു 4 ഡിജിറ്റ് കീ വെച്ചിട്ട് മീൻസ് 4 ഡിജിറ്റ് നമ്പർ വെച്ചിട്ട് അൺലോക്ക് ചെയ്യുന്നത്. മൂന്നാമത്തെ പറയുന്നത് ഒരു ആക്സസ് കാർഡാണ്. നാലാമത്തത് എന്ന് പറയുന്നത് ഇതൊരു ഫിസിക്കൽ കീ ആണ്. പിന്നെ അഞ്ചാമത്തതെന്ന് പറയുന്നത് നമുക്ക് ഈ കോഡ് ജനറേറ്റ് ചെയ്ത് കൊടുക്കാം. മീൻസ് OTP പോലെ കുറച്ച് കോഡ് നമ്പേഴ്സ് ഉപയോഗിച്ചിട്ടുള്ള ഒരു കോഡ് ജനറേറ്റ് ചെയ്തിട്ട് നമുക്ക് അത് പറഞ്ഞു കൊടുത്തിട്ട് അൺലോക്ക് ചെയ്യാം. പിന്നെ ആറാമത്തെ വേ ഓഫ് അൺലോക്കിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ലോക്ക് നമ്മുടെ ഫോണുമായിട്ട് നമുക്ക് പെയർ ചെയ്ത് വെക്കാം. ഫോണിൽ നിന്ന് അൺലോക്ക് ഓപ്ഷൻ ഉണ്ട്. അത് അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഡോർ അൺലോക്ക് ചെയ്യാം. നമ്മുടെ ഫോണിൽ ഇത് ഐക്കിൻ ഹോം എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ട്. ഈ ആപ്പ് വഴിയാണ് നമ്മളിതൊക്കെ സെറ്റ് ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് 6 തരത്തിലുള്ള മെത്തേഡും ഇവിടെ തന്നെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഫിംഗർ പ്രിൻറ്റ്, പാസ്കോഡ് സെറ്റ് ചെയ്യാം, NFC കാർഡ് ഉപയോഗിക്കാം, പിന്നെ സ്വൈപ്പ് ചെയ്ത് അൺലോക്ക് ചെയ്യാം. അതുകൂടാതെ നമുക്കൊരു ഗസ്റ്റിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരു OTP സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് അൺലോക്ക് ചെയ്യാം. പിന്നെ നമുക്ക് ഫിസിക്കൽ കീ ഉപയോഗിക്കാം. ഇങ്ങനെ 6 തരത്തിലുള്ള ഫീച്ചർ നമുക്ക് ഇതിനകത്തുണ്ട്. അപ്പോൾ അതിലോരോ ഫീച്ചറുകളായിട്ട് നമുക്ക് പരിചയപ്പെടാം. ആദ്യം തന്നെ ഏറ്റവും ഈസിലി നമുക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റുന്ന, അതായത് നമ്മളിപ്പം പുറത്ത് പോയിട്ട് വന്നു, കയ്യിൽ ഒരുപാട് ലഗേജുകളൊക്കെ ആയിട്ട് വന്നത് നമുക്ക് ലോക്ക് ഫിംഗർ വെക്കാനോ അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ അൺലോക്കിങ് കാർഡ് ഉപയോഗിക്കാനോ OTP ഉപയോഗിക്കാനോ ഒന്നും പറ്റുന്നില്ലെങ്കിൽ സിമ്പിളായിട്ട് ഫോണൊന്ന് സ്വൈപ്പ് ചെയ്തിട്ട് നമുക്ക് ഈ ലോക്ക് തുറക്കാം. ഡോറ് തുറന്നെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നെ ഇതിലെനിക്ക് ഏറ്റവും രസകരമായിട്ട് ഇപ്പോൾ ഈ 6 മെത്തേഡിൽ ഇവർ പറയാതെ വേറൊരു തരത്തിലുള്ള ഒരു മെത്തേഡ് കൂടി ഇതിനകത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഐഫോണുമായിട്ടാണ് ഞാനിപ്പോൾ സിങ്ക് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് മാത്രം കിട്ടുന്നതാണോ എന്നറിയില്ല. നമുക്കൊരു വോയിസ് കമാൻഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ലോക്ക് തുറക്കാൻ വേണ്ടി പറ്റും. ജസ്റ്റ് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഇതിനകത്ത് സിരിയിൽ ഇത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഫോണിനോട് പറഞ്ഞ് നോക്കാം നമ്മുടെ വീടിൻ്റെ ലോക്ക് തുറക്കുമോ എന്നുള്ളത്. ഹേയ് സിരി, അൺലോക്ക് സുധീഷ് ലളിത ഹോം. Hey Siri, unlock Sudesh Lalita Home. ഇത് ഭയങ്കര രസകരമായിട്ടുള്ളൊരു ഫീച്ചർ എനിക്ക് തോന്നിയാണ്. അത് സിമ്പിളായിട്ട് നമ്മുടെ ഡോറ് അൺലോക്ക് ആയിട്ടുണ്ട്. നമുക്കൊരു വോയിസ് കമാൻഡ് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് അടിപൊളിയാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത് അതിനകത്ത് ഫോണിൽ നമുക്കൊരു OTP സെറ്റ് ചെയ്ത് കൊടുക്കാം. ഗസ്റ്റ് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവർക്ക് ജസ്റ്റ് ഒന്ന് വീട്ടിലോട്ട് കയറാം. അല്ലെങ്കിൽ നമ്മൾ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആണെങ്കിൽ നമ്മുടെ വീട് ക്ലീൻ ചെയ്യാൻ ഒരാളെ ഏൽപ്പിച്ചിട്ട് അവർക്ക് വീട്ടിലോട്ടുള്ള ആക്സസ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനകത്ത് പാസ്കോഡിൽ നമുക്ക് ഗസ്റ്റിന് വേണ്ടിയിട്ടൊരു OTP സെറ്റ് ചെയ്ത് കൊടുക്കാം. ആ OTP എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ആക്സസ് കിട്ടുന്നതാണ്. ഈ പാസ്കോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ടെമ്പററി ആക്സസ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു 1 ടൈം ആക്സസ് എന്ന് പറഞ്ഞ കീ ഉപയോഗിക്കുകയാണ്. വെച്ചിട്ട് ജസ്റ്റ് ഗസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഗസ്റ്റിന് വേണ്ടി നമ്മളൊരു 1 ടൈം പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡിജിറ്റ് നമുക്ക് അവിടെ ഒന്ന് കൊടുത്ത് നോക്കാം. ഇവിടെ നമുക്ക് ഡിജിറ്റ് വന്നിട്ടുള്ളത് 23360
264 ഈ കോഡ് വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് അടിച്ച് നോക്കാം. ഇതാണ് നമ്മളൊരു വൺ ടൈം ആക്സസ് കീ, ആക്സസ് കോഡ് നമ്മൾ ഫോണിൽ സെറ്റ് ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ലോക്ക് തുറന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ 6 തരത്തിലുള്ള അൺലോക്കിംഗ് മെത്തേഡാണ് ഉള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ 2 തരത്തിലുള്ള മെത്തേഡ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒന്ന് നമുക്ക് സ്വൈപ്പ് ചെയ്ത് അൺലോക്ക് ചെയ്യാം, പിന്നെ നമുക്ക് അതിനകത്ത് വൺ ടൈം OTP കൊടുത്തിട്ട് ഒരു ആക്സസ് കൊടുക്കാം. ആ 2 ഫീച്ചർ. പിന്നെ ഇത് കൂടാതെ നമുക്കിതൊരു NFC കാർഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ഐക്കിൻ എന്ന് പറഞ്ഞിട്ട്. ഈ കാർഡൊക്കെ നമ്മൾ ഫോൺ വഴി ഇതിനകത്ത് പെയർ ചെയ്ത് വെക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ആക്സസ് കിട്ടൂ. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇവിടെ ടാപ്പ് ചെയ്ത് നോക്കാം. ഇത് സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണ്. നമ്മുടെ നമ്മുടെ കുട്ടികൾ സ്കൂളിലൊക്കെ പോയിട്ട് വരുമ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റുന്നൊരു സാധനമാണ്. നമുക്ക് പെട്ടെന്ന് വീട്ടിലോട്ട് കയറി വരാൻ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് ആക്സസ് കിട്ടും. പിന്നെ ഈ കാർഡ് നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കണം എല്ലാവരും. നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ കാർഡ് ആർക്ക് കിട്ടുമ്പോൾ അവർക്ക് ഇത് വെച്ചിട്ട് അൺലോക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നെ നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആപ്പിനകത്ത് കയറിയിട്ട് ഈ പെയർ ചെയ്ത് വെച്ച ഈ കാർഡൊന്ന് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്കൊരു സുരക്ഷ എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഒരു ഫിസിക്കൽ കീ ആണ്. നമുക്കറിയാം നമ്മുടെ വീടിൻ്റെ ലോക്ക് ഒരു സ്മാർട്ട് ലോക്കാണ്. അപ്പം ഒരു ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ചിലപ്പം ബാറ്ററി ഇറങ്ങിപ്പോയേക്കാം. പിന്നെ അതുകൂടാതെ നമ്മുടെ ഫാമിലിയിൽ പ്രായമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഇതിനെപ്പറ്റി വല്ല ധാരണകൾ ഉണ്ടാവില്ല. അപ്പം അവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ എമർജൻസി സിറ്റുവേഷനിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫിസിക്കൽ കീ കൂടി ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഫിസിക്കൽ കീ എങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമുക്കിവിടെ നോർമലി ഇവിടെ വിസിബിൾ അല്ല കീ എവിടെയാണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം ഇതിൻ്റെ ബോട്ടം പോർഷനിലാണ് നമുക്ക് ഈ കീ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ തന്നിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെയാണ് നമുക്ക് ഈ ഫിസിക്കൽ കീ ഉപയോഗിക്കാനുള്ള. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ഈ ഫിസിക്കൽ കീ ഉപയോഗിക്കാനുള്ളൊരു ഭാഗം വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് ബാറ്ററി ചാർജ് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ പ്രായമുള്ളവർക്ക് വേണമെങ്കിൽ ഇത് നമുക്ക് ഉപയോഗിച്ച് വീട് നമുക്ക് ആക്സസ് കിട്ടുന്നതാണ്. അതിൽ പിന്നെ വോയിസ് കമാൻഡൊന്നുമില്ല. നമ്മൾ ഓൾറെഡി കീ ഇവിടുന്ന് ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ലോക്ക് തുറന്നകത്തോട്ട് കയറാം. പിന്നെ നമുക്ക് ഈ ഫോണിൻ്റെ ആപ്പിനകത്ത് തന്നെ നമുക്ക് എല്ലാവരുടെയും ഫിംഗർ ആഡ് ചെയ്യാം. ഫാമിലി മെമ്പേഴ്സിൻ്റെ എല്ലാവരുടെയും ഫിംഗർ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഫിംഗർ ഉപയോഗിച്ചിട്ട് വീട് അൺലോക്ക് ചെയ്യാം. ഈ ഒരു മെത്തേഡിലൂടെ നമുക്ക് അൺലോക്ക് ചെയ്യാം. പിന്നെ നമ്മുടെ ഫോണൊക്കെ നോർമലി ലോക്ക് ചെയ്യുന്ന പോലെ നമുക്ക് ഇതിനകത്തൊരു 4 ഡിജിറ്റ് സെറ്റ് ചെയ്തിട്ട് നമുക്കൊരു നമ്പർ ലോക്കും സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ടെമ്പററി ആയിട്ടൊരു 1 2 3 4 വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് വീഡിയോക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തതാണ്. നമ്മുടെ ഈ ലോക്ക് പ്രവർത്തിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിനകത്ത് ബാറ്ററീസ് ഉണ്ട്. 4 ബാറ്ററികൾ ഉപയോഗിച്ചിട്ടാണ് ഇതിനകത്തോട്ടുള്ള പവർ എടുക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മുടെ സ്മാർട്ട് ലോക്ക് പ്രവർത്തിക്കുന്നത്. ബാറ്ററിയുടെ ചാർജ് എത്രയുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് ഫോണിൽ ആപ്പിനകത്ത് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ സമയാസമയം റീപ്ലേസ് ചെയ്ത് നല്ല രീതിയിൽ ഉപയോഗിക്കാം. പിന്നെ ഈ ഡോറ് പുറത്തുനിന്ന് മാത്രമാണ് നമുക്ക് ലോക്ക്, അത് അൺലോക്കിംഗ് മെത്തേഡ്സ് ഉപയോഗിക്കേണ്ടത്. അകത്തുനിന്ന് നമ്മൾ എപ്പോൾ ഈ ഹാൻഡിൽ വെച്ച് നമുക്ക് തുറന്നു കഴിഞ്ഞാലും നമുക്ക് ഈ ഡോറിൻ്റെ ലോക്ക് തുറക്കാൻ വേണ്ടി പറ്റും. അത് നല്ലൊരു സെറ്റപ്പാണ്. വെച്ചാൽ അകത്തുനിന്ന് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ ഈസിലി നമുക്ക് ജസ്റ്റ് ഹാൻഡിൽ ലിഫ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഡോറ് തുറക്കാൻ വേണ്ടി പറ്റുന്നതാണ്. പിന്നെ ഇതിനകത്ത് എക്സ്ട്രാ ഒരു സെക്യൂരിറ്റി ഉള്ള രീതിയിൽ വേറൊരു ലോക്ക് കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിത് വേണമെങ്കിൽ ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സെക്യൂർ ലോക്ക് ഓൺ ആയിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ പുറത്തുനിന്ന് ആർക്കും തുറക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇത് ചെയ്യാം. അതുകൂടാതെ നമ്മൾ നോർമലി ചെയ്യുന്ന ലോക്കുകളും ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇൻ കേസ് നമ്മൾ പുറത്തുനിന്ന് വരുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഫിസിക്കൽ കീ ഇല്ല, ഇതിൽ ചാർജും ഇല്ല. അപ്പോൾ നമ്മളിതെങ്ങനെ അൺലോക്ക് ചെയ്യുമെന്നുള്ളൊരു സംശയം എനിക്കും ഉണ്ടായിരുന്നു, നിങ്ങളെപ്പോലെ തന്നെ. അപ്പം അതിനൊരു സിംപ്ലസ്റ്റ് മെത്തേഡ് ഇവർ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിലൊരു പവർ ബാങ്ക് ഉണ്ടെങ്കിൽ നമുക്കിത് അതിലോട്ട് ജസ്റ്റ് പവർ കൊടുക്കാം. നമ്മുടെ ഈ വീട് ലോക്ക് തുറക്കാനുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇവിടെയുള്ള പോർട്ടിലോട്ട് നമ്മുടെ കേബിൾ കണക്ട് ചെയ്തിട്ട് നമുക്ക് പവർ ഇതിനകത്തോട്ട് ഒരു ടെമ്പററി പവർ ഇതിനകത്തോട്ട് കൊടുത്തിട്ട് നോർമലി നമ്മൾ അൺലോക്ക് ചെയ്യുന്ന മെത്തേഡ് വെച്ചിട്ട് നമുക്ക് അൺലോക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പം അങ്ങനെയുള്ള ടെൻഷനും ഇനി ആവശ്യമില്ല.
ഗൈസ്, അപ്പോൾ നമ്മുടെ വീട്ടിൽ വെച്ചിട്ടുള്ള സ്മാർട്ട് ലോക്ക് പരിചയപ്പെടുത്താനായിരുന്നു ഇന്നത്തെ വീഡിയോ. അതിൻ്റെ ഒരുവിധം കാര്യങ്ങളെല്ലാം ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. സംശയമുള്ളവർക്ക് ഇതിനകത്ത് കമൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഐക്കിൻ്റെ ആപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ കൊടുത്തിട്ടുണ്ട്. ഐക്കിൻ്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അതിനകത്ത് എല്ലാ ഡീറ്റെയിലും അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട് ഡിജിറ്റലാക്കാൻ വേണ്ടി അല്ലെങ്കിൽ കുറച്ചുകൂടി സ്മാർട്ടായിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടി ഈ ലോക്ക് ഒരുപാട് ഉപകാരപ്പെടുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ വാങ്ങുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. പിന്നെ ഇതിൻ്റെ വില എന്ന് പറയുന്നത് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. എനിക്കും താങ്ങാൻ പറ്റിയിരുന്നില്ല. പക്ഷേ എൻ്റെ അതിയായ ഒരു ആഗ്രഹം ആയതുകൊണ്ട് ഞാൻ പൈസ നോക്കാതെ എടുത്തതാണ്. എനിക്കിതിൽ ഇതിൻ്റെ MRP എന്ന് പറയുന്നത് 9,950 രൂപയായിരുന്നു ഞാൻ നോക്കുന്ന സമയത്ത്. എനിക്ക് 8,500 അങ്ങനെ എന്തോ ഒരു വിലയിലാണ് കിട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. പക്ഷെ ഇപ്പോൾ ഇതിൻ്റെ വില 10 ചില്ലറ അങ്ങനെ എന്തോ കാണിക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ വാങ്ങാം. എനിക്കെന്തായാലും ഈ പ്രോഡക്റ്റ് ഭയങ്കര ഉപകാരപ്പെട്ടു. നല്ലൊരു അടിപൊളി പ്രൊഡക്റ്റാണ്. വീട്ടുകാർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നമ്മൾ ഹൗസ് വാമിങ്ങിന് വന്ന സമയത്ത് എല്ലാവരും കണ്ട് വണ്ടറടിച്ചൊരു സാധനമായിരുന്നു. കാരണം അധികാരം ചെയ്ത് കാണാത്ത, നമ്മളൊരു മലയോര മേഖലയായതുകൊണ്ട് അധികാരം ചെയ്ത് കാണാത്തൊരു തരം ലോക്കിംഗ് മെത്തേഡ് ആയതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാവരും എന്നോട് അതിനെപ്പറ്റി ഡീറ്റെയിൽസൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ താല്പര്യമുള്ളവർ വാങ്ങാം. ഇനി ഇതുപോലെയുള്ള ഹത്തിലുള്ള ഓരോ വിശേഷങ്ങളുമായിട്ട് കാണുമ്പോഴേക്കും ബൈ ബൈ.